പ്രിയപ്പെട്ടവരെ, വടകരയുടെ നായകൻ പ്രിയപ്പെട്ട ഷാഫി പറമ്പിലിത വിജയാനന്ദ സാംസ്കാരിക വേദിയിലേക്ക് കടന്നു വരികയാണ്. കമ്മ്യൂണിസ്റ്റുകൾ കെട്ടിയുണ്ടാക്കിയ കൊള്ളക്കോട്ടകളെ തകർത്തെറിഞ്ഞ് ഉയർന്നു വന്ന വെല്ലുവിളികളെ നെഞ്ചുപിടിച്ചു നേരിട്ട് ജനാധിപത്യ ജനങ്ങൾക്ക് വിട്ടുപിടിക്കാൻ നേരിടുന്ന ബഹുമാനായ ഷാഫി പറമ്പിലും UDF നായകൻ അബ്ദുള്ള സലീമും CK സുരേഷ് ഓരോ അസംബ്ലി മണ്ഡലങ്ങളും UDF-ന്റെ കൈകളിൽ ഭദ്രമാക്കാനുള്ള ത്വരിത പ്രയാണമാണ് ഈ ജയാരവൻ കൊണ്ട് നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത്. ഉയർന്നു വന്ന വെല്ലുവിളികളെ നെഞ്ചുപിരിച്ചു നേരിട്ട ബഹുമാനനായ നമ്മുടെ MP ഷാഫി പറമ്പിലും UDF-ൽ വീണ്ടും വിജയം നൽകാൻ തേടി തെളിച്ച പ്രിയപ്പെട്ട നായകർ പാറക്കൽ അബ്ദുള്ള സാഹിബും സഖാവ് വേണുവും CK സുരേഷ് സാഹിബും വിജയാരവത്തിന്റെ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട നായകന്മാരെ, വിജയാരവൻ സംഘാടക സമിതിക്ക് വേണ്ടി സ്നേഹാദരങ്ങളോടെ വിജയാരവത്തിലേക്ക് സ്വാഗതം. എത്ര പ്രവാസികളുടെ മുന്നിലേക്ക് സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാൻ കടന്നു വരികയാണ്. വടകരയുടെ മണ്ണിൽ മതവെറിയുടെ മുത്തുകൾ പാകി കടത്തനാടൻ മണ്ണിന്റെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചപ്പോൾ വടകരയുടെ മനസ്സാക്ഷിയുടെ അംഗീകാരങ്ങൾ നേടി UGF വിജയത്തെ ചാഞ്ചല്യമില്ലാതെ നയിച്ച നായകൻ പ്രവാസികളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിക്കാനായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഒന്നും കൊതീകാതെ കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും വിത്തുകൾ പാകിക്കൊണ്ടും പ്രയാണം തുടരുകയാണ്. ഈ പ്രയാണത്തിനിടയിൽ ഇടത് കോട്ടകളും കൊടിമരങ്ങളും തകർന്നടിയുന്ന ആഹ്ലാദകരവും ആനന്ദദായകവുമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രഗത്ഭനായ നമ്മുടെ MP ഷാഫി പറമ്പിലിന്റെ വിജയവും കൊണ്ട് ചേർത്ത് വെക്കുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ അസംബ്ലി മണ്ഡലങ്ങളും UDF-ന്റെ കൈകളിൽ വ്യക്തമാക്കാനുള്ള ത്വരിത പ്രയാണമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദേശത്തിന്റെയും വെറുപ്പിന്റെയും വിട്ടുകൾ പാകക്കൊണ്ടിരിക്കുന്ന CPM ഫാസിസ്റ്റ് രാഷ്ട്രീയ അമ്മമാരുടെയും വിധവകളായ സഹോദരിമാരുടെയും മുന്നിൽ സ്നേഹത്തിന്റെ കാന്തമായ ജനങ്ങളുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന ജേതാവ് പ്രിയപ്പെട്ട ഷാഫി പറമ്പിലിത വിജയാരവൻ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയത്തുടിപ്പാകാൻ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പതിറ്റാണ്ടുകളുടെ സമരവീര്യം പകർന്ന് കടത്തനാടിന്റെ കുറുമ്പനാടിന്റെ ഒഞ്ചിയത്തിന്റെ കുഞ്ഞാലി മരക്കാരന്മാരുടെ നിറമണിഞ്ഞ ഓർമ്മകൾ പെയ്തിറങ്ങിയ പന്തലായിലൂടെ മണ്ണിൽ നമ്മുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഷാഫി പറമ്പിൽ പ്രവാസത്തിന്റെ ചൂരയുടെ അംഗീകാരങ്ങൾ നേടി UDF വിജയത്തിന്റെ ചർച്ചയില്ലാതെ നയിച്ച നായകൻ പ്രവാസികളുടെ സ്നേഹവായ്പകൾക്കും പിന്തുണയ്ക്കും നന്ദി അറിയിക്കാനായിട്ട് നമ്മുടെ മുന്നിലെ
കുന്നിട്ടം തുടങ്ങിയ RMP സംസ്ഥാന സെക്രട്ടറി M. വേണു, മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി സുഹൈൽ CK, അബു നാസർ നാച്ചി, വിപിൻ, ഡോക്ടർ അബ്ദുൽ സമദ്, മണികണ്ഠൻ, KK ഉസ്മാൻ, സലീം നാലകത്ത്, സമീർ ഏലാമല, TT കുഞ്ഞമ്മ, ഹൈദർ ചുക്കത്തറ, റഹീം CK, K. മുഹമ്മദ് ഈസ, സിദ്ദീഖ് ബുറായി, അൻവർ ബാബു, ആഷിഖ് വടകര, അബ്ദുൾ റഹ്മാൻ, അഷ്റഫ് വടകര, അബ്ബാസ് CB, മുഹമ്മദ് അലി വാണിമൻ, സുദീപ്, ആഷിഖ് അഹമ്മദ്, അജ്മൽ TK. സംഘം ജനറൽ കൺവീനർ വിപിൻ PK മേപ്പയ്യൂർ. ചേർന്ന വിശിഷ്ട വ്യക്തികളെ, ആദ്യമായി നമുക്ക് ഖത്തർ ഗവൺമെൻറ്റിനോട് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ അനുമതി തന്ന ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഹൃദയത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. അടുത്തതായി പാലക്കാട് ഷോസുകളുണ്ട്. നമ്മൾ വിചാരിക്കും പരിപാടി നടത്താം. അതിന് അരോഗാത്രം ഇൻഡാസിൻ്റെ ജില്ലാ കമ്മിറ്റി അല്ലെ നിയോജകമണ്ഡലം കമ്മിറ്റി നേതാക്കന്മാരും എഴുതി സോഷ്യൽ മീഡിയ ചാനലുകളൊക്കെ പറഞ്ഞുകൊണ്ട് വടകര ഹരിതാപമായി പച്ചക്കടലായി മാറി. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ മുല്ലപ്പള്ളിയെ നെഞ്ചേറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എഴുതി. ഒരു പ്രശ്നവും ഉണ്ടായില്ല, ഒരു വിഷയവുമില്ല. അന്ന് ഞാനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ. രണ്ടാമത് മുരളി വരികയാണ്. മുരളി വരുന്നതും പ്രൗഢഗംഭീരമായ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്ത നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പാലക്കാട് അബ്ദുള്ള സാഹിബ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് CK സുബൈർ, നമ്മുടെ പ്രിയറിലെ പ്രവാസികൾ നടത്തുന്ന ഈ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ ആദ്യമായി ഞാൻ സംഘാടകരോട് നന്ദി പറയുകയാണ്. സാധാരണ ജയിച്ചു കഴിഞ്ഞാൽ ഒരു ബാലവരുടെ താല്പര്യത്തിലില്ല. രാജീവ് ചന്ദ്രശേഖരനുമായുള്ള ബന്ധമെന്ന എസ്എഫ്ഐയുമായി ചോദിച്ച EP ജയരാജന്റെ ഭാര്യയും രാജീവ് ചന്ദ്രശേഖരന്റെ BJP നേതാവിന്റെ ഭാര്യയും തമ്മിലുള്ള കച്ചവടം എന്താ? ഇവരൊന്നായിട്ട് പ്രവർത്തിച്ചാലുകളാണോ? ഒരു നാട്ടുകാരാണ്. പതുക്കെ പതുക്കെ ഈ ബന്ധം വരുന്നു. അത് ഒറ്റപ്പെട്ട രൂപത്തിൽ നമ്മളതിനെ കാണുന്നത് പിണറായി കേസ് പിടിക്കൊണ്ട് രക്ഷിക്കാവുന്നതാണ്. അതൊന്നല്ല. 1987 മുതൽ ആരംഭിച്ച ഈ ഇടപാട് MP രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയപ്പോൾ, രാഘവൻ പുറത്തുപോയി കുറെ ആളെ സംഘടിപ്പിച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ കേരളം പിടിക്കാൻ വേണ്ടി അന്ന് CPIM-ന്റെ ജനറൽ സെക്രട്ടറിയാണ് EMS വെച്ച നിർദ്ദേശമായിരുന്നു ലീഗില്ലാത്ത കേരളം. അന്ന് തുടങ്ങിയ പ്രചരണമാണ് അത്. സാമ്പത്തിക സംഘടനയുടെ കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാലും തുടർന്ന് വരുന്ന രീതിയിലൂടെ തുടർച്ചയാണ് മലപ്പുറത്ത് കേസ് സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരനുമായുള്ള ബന്ധമെന്ന എസ്എഫ്ഐയുമായി ചോദിച്ച EP ജയരാജന്റെ ഭാര്യയും രാജീവ് ചന്ദ്രശേഖരന്റെ BJP നേതാവിന്റെ ഭാര്യയും തമ്മിലുള്ള കച്ചവടം എന്താ? ഇവരൊന്നായിട്ട് പ്രവർത്തിച്ചാലുകളാണോ? ഒരു നാട്ടുകാരാണ്. പതുക്കെ പതുക്കെ ഈ ബന്ധം വരുന്നു. അത് ഒറ്റപ്പെട്ട രൂപത്തിൽ നമ്മളതിനെ കാണുന്നത് പിണറായി കേസ് പിടിക്കൊണ്ട് രക്ഷിക്കാവുന്നതാണ്. അതൊന്നല്ല. 1987 മുതൽ ആരംഭിച്ച ഈ ഇടപാട് MP രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയപ്പോൾ, രാഘവൻ പുറത്തുപോയി കുറെ ആളെ സംഘടിപ്പിച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ കേരളം പിടിക്കാൻ വേണ്ടി അന്ന് CPIM-ന്റെ ജനറൽ സെക്രട്ടറിയാണ് EMS വെച്ച നിർദ്ദേശമായിരുന്നു ലീഗില്ലാത്ത കേരളം.
അന്ന് തുടങ്ങിയ പ്രചരണമാണ്. അത് സാമ്പത്തിക സംഘടനയുടെ കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കാനും തുടർന്ന് വരുന്ന രീതിയുടെ തുടർച്ചയാണ് മലപ്പുറത്തിനെ സംബന്ധിക്കുന്ന കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് തലശ്ശേരിയിലാണ് ഷാഫി കൊട്ടിക്കലാശത്തിന് വരുന്നത്. അതിന് തൊട്ടു മുമ്പ് കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടിയിൽ പിണറായി വിജയൻ ഒരുക്കിയ പന്തലിൻ്റെ ഡബിൾ പന്തലൊരുക്കിയപ്പോൾ അവിടെ ആ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ സ്റ്റേഡിയത്തിൻ്റെ ഗാലറിയിൽ ജനങ്ങൾ ആരവമുണ്ടാക്കിയ ഒരു ആരവത്തിന് ശേഷമാണ് പിണറായി മറ്റൊരു സ്റ്റേജിലെത്തിയ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് മുമ്പിലേക്ക് കൊട്ടിക്കലാശത്തിന്റെ ഷാഫി. അപ്പോൾ ടെലിവിഷൻ ചാനലുകൾ പറഞ്ഞ വർത്താനം വടകര അട്ടപ്പടലം ഷാഫിക്കൊപ്പമാണ് എന്ന് വിചാരിച്ചു. ഷാഫി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന് ഞാൻ ഷാഫി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട പണ്ട് സ്വകാര്യ സംഭാഷണത്തിന് ഷാഫി ഞാൻ ഖത്തറിൽ വന്ന് നിൽക്കുകയാണെന്നൊരു ഫീൽ എനിക്ക് കിട്ടുന്നേ ഇല്ല. ഞാൻ വടകര പുതിയ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലോ താഴങ്ങാടിയിലോ അതല്ലെങ്കിൽ തലശ്ശേരിയിലോ പാനൂരിലോ അതല്ലെങ്കിൽ കല്ലാച്ചിയിലോ കുറ്റ്യാടിയിലോ കൊയിലാണ്ടിയിലോ പേരാമ്പ്രയിലോ നിന്ന് പ്രസംഗിക്കുന്നത് പോലെയാണ് എനിക്കിപ്പോ ഈ വേദി അനുഭവപ്പെടുന്നത്. 2024 മാർച്ച് മാസം 25 ഡോക്ടറോട് പറഞ്ഞു, മാർച്ച് മാസം 25-ാം തീയതി നിങ്ങൾ എനിക്ക് നൽകിയത് അപാരമായ പോടാർ സ്കൂളിൽ വെച്ച് നിങ്ങൾ എനിക്ക് നൽകിയത് അപാരമായ ആത്മവിശ്വാസമായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രചരിപ്പിച്ചാലും വടകര തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കും എന്നുള്ള ഉറപ്പിന് ധൈര്യം തന്നവരാണ് എന്റെ മുന്നിലിരിക്കുന്നവർ എന്നുള്ളത് നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. 2024 ഒക്ടോബർ മാസം 5-ാം തീയതി നിങ്ങൾ എനിക്ക് നൽകുന്നത് ആത്മവിശ്വാസമല്ല, നിങ്ങൾ എനിക്ക് നൽകുന്നത് വലിയ ഉത്തരവാദിത്ത ബോധമാണ്. ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലക്ക് ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഇടപെടുമ്പോൾ ഈ പ്രവാസികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ആ അകത്തും പുറത്തും ശബ്ദിക്കുന്നവരുടെ പട്ടികയിൽ ഞാൻ ഉണ്ടായിരിക്കണമെന്ന വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഇപ്പോ എന്നെ ഏൽപ്പിക്കുന്നത് എന്ന് കൃത്യമായി ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങൾ നൽകിയ ഉജ്ജ്വലമായ ഈ സ്വീകരണത്തിന്, ഹൃദയം തൊടുന്ന ഈ സ്വീകരണത്തിന്, മനം നിറയുന്ന ഈ സ്വീകരണത്തിന് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ പറയുന്നു, എന്റെ വാക്കുകളിൽ ഞാൻ നന്ദി പറയുന്നില്ല, എന്റെ നന്ദി ഞാൻ പ്രവൃത്തിയിലൂടെ കാണിക്കും എന്നുള്ളത് ഈ പ്രവാസ ലോകത്തിന് ഒരിക്കൽ കൂടി ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വാക്കിൽ പറഞ്ഞാൽ തീരാത്ത നന്ദിയും കടപ്പാടും നിങ്ങളോട് എല്ലാവരോടുമുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പ്രവാസ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിലും പ്രയാസങ്ങൾക്കിടയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ പോരാട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ UDF പ്രവർത്തകനും കരുത്തായി മാറിയത് നിങ്ങളും കൂടെ നൽകിയ സ്നേഹമായിരുന്നു. ഞാൻ അന്ന് പോടാർ സ്കൂളിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ അപ്രതീക്ഷിതമായി പാലക്കാട് നിന്ന് വടകരയ്ക്ക് മത്സരിക്കാൻ മാറിപ്പെരേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു രാത്രി 10:30 മണിക്ക് ഏതാണ്ട് ഈ സമയത്താണ്, എനിക്ക് കറക്റ്റ് 10:30 മണിയാണ്, ഏതാണ്ട് ഈ സമയത്താണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്, ഞാൻ ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആ ഫോണിന്റെ സംഭാഷണത്തിന്റെ 2ാമത്തെ സെന്റൻസിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പാലക്കാട് പോലുമല്ല, അത് വടകരയിലാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഷോക്ക് പോലെയാണ് ആ വാർത്ത പെട്ടെന്ന് എന്റെ ചെവിയിലേക്ക് വന്ന് പതിച്ചത്. ആ വാർത്ത കേട്ട് ഞാൻ വല്ലാത്ത ആശങ്കയിലായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞ കാര്യം, ഞാൻ വടകരയിൽ ജയിക്കോ തോക്കോ എന്നുള്ളതിനേക്കാളെല്ലാം കവിഞ്ഞ് എനിക്ക് പാലക്കാട് നിന്ന് വിട്ടുപോരാനുള്ള പ്രയാസമായിരുന്നു അപ്പൊ പെട്ടെന്ന് എന്റെ മുമ്പിലുണ്ടായിരുന്നു. ആ പ്രയാസപ്പെട്ട നിമിഷം തൊട്ട് ഈ വാർത്ത പുറത്ത് ചെറുതായിട്ട് ലീക്ക് ചെയ്ത് തുടങ്ങിയേ ആ സെക്കൻഡ് തൊട്ട് ഇപ്പൊ ഇവിടെ പ്രസംഗിക്കുന്നത് വരെയും ഈ പ്രവാസ ലോകത്ത് നിങ്ങൾ നൽകിയ നിറഞ്ഞ പിന്തുണയും സ്നേഹവും, നിങ്ങൾ നൽകിയ പ്രോത്സാഹനവും കരുത്തും, കയ്യടിയും സ്നേഹവും പഞ്ചും കയ്യടി ഹൈഫയും, ഈ കൊച്ചുകുട്ടികൾ ഓടി വന്നെടുത്തൊരു സെൽഫി എടുക്കുന്നത് പോലും, ഏത് വലിയ കള്ളപ്രചരണങ്ങൾ ആര് നടത്തിയാലും, ഏത് വലിയ ശക്തികളുടെ വ്യാജ പ്രചരണങ്ങൾക്ക് മുമ്പിലും തോൽക്കാൻ വടകരക്ക് മനസ്സില്ല എന്ന് തെളിയിക്കുന്ന
ഉജ്ജ്വലമായ ഒരു ജനാധിപത്യ വിജയത്തിന്, രാഷ്ട്രീയ വിജയത്തിന്, മതേതര വിജയത്തിന് നിങ്ങൾ നൽകിയ കരുത്തിന് വാക്കുകൊണ്ട് നന്ദി പറഞ്ഞാൽ തീരില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രവൃത്തിയിലൂടെ കാണിക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ പറഞ്ഞു. വല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് കാലം തന്നെയായിരുന്നു. ഞാൻ അതിന് മുമ്പ് 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ശക്തരായ സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാനെതിരെ മത്സരിക്കുമ്പോൾ വാശിയേറിയ തെരഞ്ഞെടുപ്പും ടൈറ്റ് മത്സരവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിലൊന്നും അനുഭവിക്കാത്ത മാനസിക സംഘർഷവും, ആ തെരഞ്ഞെടുപ്പിലൊന്നും കേൾക്കാത്ത ആരോപണങ്ങളും, ആ തെരഞ്ഞെടുപ്പിലൊന്നും കാണാത്ത വ്യാജ സൃഷ്ടികളുമൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയെ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചപ്പോ ആത്മവിശ്വാസം താഴെ പോവാതിരിക്കാൻ കാരണം നേരത്തെ പ്രിയപ്പെട്ട ഈ സംഗമത്തിന്റെ ഉദ്ഘാടകൻ, UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ, തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നിയമ പോരാട്ടത്തിലും നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രിയങ്കരനായ പാറക്കൽ അബ്ദുള്ള സാഹിബ് പറഞ്ഞതുപോലെ ആ തെരഞ്ഞെടുപ്പിന്റെ രാവും പകലും വടകരയിലെ ജനങ്ങൾ ആ നിരത്തുകളിൽ നൽകിയ സ്നേഹം തന്നെയായിരുന്നു പ്രധാനം. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ പര്യടനത്തിന് രാവിലെ പുറത്തേക്കിറങ്ങുമ്പോൾ ഏകദേശം ടൈമൊക്കെ കറക്റ്റായിരിക്കും. എന്നിട്ട് ആദ്യത്തെ പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ പോയിന്റ് എത്തുമ്പോഴത്തേക്കും അരമണിക്കൂർ വൈകും. അവിടുന്ന് അടുത്ത പോയിന്റ് എത്തുമ്പോഴത്തേനും പിന്നെയും വൈകും. അതിന്റെ അടുത്ത പോയിന്റ് എത്തുമ്പോഴത്തേക്കും പിന്നെയും വൈകും. ബോധപൂർവം ഞങ്ങൾ ആരും വൈകിപ്പിച്ചിട്ടില്ല. കാരണം പോയിന്റുകളിൽ മാത്രമല്ല ആളുകൾ ഉണ്ടായിരുന്നത്. ആ പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് പോകുമ്പോ അതിന്റെ വഴിയരികിൽ മുഴുവൻ വടകരയിലെ ജനങ്ങൾ സ്നേഹം ചൊരിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ആൾക്കൂട്ടത്തെ കണ്ടിട്ട് കാണാത്ത പോലെ പോവാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ട് എവിടെയെല്ലാം ആളുണ്ടായിരുന്നോ അവിടെയെല്ലാം ഇറങ്ങി അവരെ കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അവസാനമായപ്പോ എന്ത് തെരഞ്ഞെടുപ്പും ആവേശമൊക്കെ ആണെങ്കിലും മനുഷ്യനാണല്ലോ, അറിയാതെ ക്ഷീണിച്ചു പോകും. 11 മണിയും 12 മണിയൊക്കെ ആവുമ്പോ കയ്യിലിരിക്കുന്ന കടലാസ് എടുത്ത് നോക്കും. ആ കടലാസ് എടുത്ത് നോക്കുമ്പോ ഇനി 8 പോയിന്റ് 9 പോയിന്റ് ബാക്കി എന്നൊക്കെ പറയുമ്പോ മനസ്സിന്റെ ഉള്ളിൽ അറിയാതെ ഒരു ആളല് വരും. എപ്പോഴാ ഞാനിത് അവിടെ ഓടിയെത്താൻ പോകുന്നത്? എന്നിട്ട് ഞാൻ ഈ ഓപ്പൺ ജീപ്പിൽ നിൽക്കുന്ന ആളോട് ചോദിക്കും, ഇനി 9 പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോ എത്താനാ? ഇപ്പൊ തന്നെ നമ്മൾ 5 മണിക്കൂർ 6 മണിക്കൂർ ലേറ്റാണ്. അവസാനത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്ന സമയം 8:30 മണി 9 മണിയാ. അവിടുന്ന് 6 മണിക്കൂർ ലേറ്റ് എന്ന് പറഞ്ഞ 10, 11, 12, 1, 2, 3 മണിക്കൊക്കെ എങ്ങനെയാ ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലുക? നമുക്ക് അവസാനത്തെ ഒരു 4-5 പോയിന്റിൽ വിളിച്ച് വിവരം കൊടുത്താലോ, നമ്മൾ ഇന്ന് ചെല്ലുന്നില്ല, നമ്മൾ പിന്നൊരു ദിവസം ചെന്നോളാം, വേറൊരു ദിവസം അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞാലോ? അപ്പൊ സംഘാടകർ എന്റെ മുമ്പിൽ നിന്ന് വിളിക്കും. നമ്മൾ പലപ്പോഴും ഉണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. സത്യം തുറന്നു പറഞ്ഞ ഇതിൽ നിന്ന് ഇറങ്ങാനും കയറാനും ഒന്നിനും സമയമില്ലാത്ത തരത്തിൽ അതുപോലെ ആൾക്കൂട്ടം തെരഞ്ഞെടുപ്പിനെ നയിച്ചുകൊണ്ടിരിക്കുക. തീരെ വയ്യാതായതായി തോന്നും. ചിലപ്പോ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാ മതിയും തോന്നും. ചിലപ്പോ ഇന്ന് ഇവിടെ നിന്ന് നിർത്തിയിട്ട് ഈ പര്യടനം അവസാനിപ്പിച്ചിട്ട് ഇന്നത്തെ പര്യടനം നിർത്തി നാളെ ഒന്ന് വന്നാ മതിയായിരുന്നു തോന്നും. അല്ലെങ്കിൽ സത്യം തുറന്നു പറഞ്ഞ് എനിക്കൊന്ന് ഉറങ്ങാൻ തോന്നും ചില സമയത്ത്. അങ്ങനെ നിന്നിട്ട് സംഘാടകരെ വിളിക്കുമ്പോ അവര് പറയാ, ഇവിടെ ഇപ്പൊ വന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങോട്ട് വരേണ്ട കാര്യമില്ല, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ടാവില്ല. പിന്നെ വടകരക്കാരുടെ സ്നേഹം നിങ്ങൾക്ക് അറിയാലോ, പറയുമ്പോ അതിന് കട്ടക്ക് തന്നെ പറയും, അതിന് കട്ടിക്ക് തന്നെ പറയുകയും ചെയ്യും. വന്നേ പറ്റൂ എന്ന് പറയുമ്പോ ഞാൻ പറയും അവസാനത്തെ 2-3 പോയിന്റ് എങ്കിലും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ സ്ഥാനാർത്ഥിയായിട്ടാണ് ഉറക്കമൊഴിക്കുന്നത്, ഞാൻ സ്ഥാനാർത്ഥിയായിട്ടാണ് ക്ഷീണിക്കുന്നത്, ഞാൻ സ്ഥാനാർത്ഥിയായിട്ടാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. പക്ഷെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതല്ലാഞ്ഞിട്ട് ഒന്നുമല്ലാഞ്ഞിട്ടും 9:30 മണിക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞ പോയിന്റിൽ പുലർച്ചെ 4:55 ചെല്ലുമ്പോഴും ആയിരക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുന്ന ഒരു മണ്ഡലം കേരളത്തിന്റെ 20 മണ്ഡലങ്ങളിൽ ഉണ്ടെങ്കിൽ അത് വടകര മാത്രമാണ് എന്ന് ആ തെരഞ്ഞെടുപ്പ് കാലം തെളിയിച്ചിട്ടുണ്ട്. നട്ടുച്ചക്കൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പുറത്തുനിന്ന് വന്ന ആളുകള് എന്നെ കണ്ടിട്ട് പറയാ, ഞാനിങ്ങനെ ക്ഷീണിച്ച്, ഞാനിങ്ങനെ വേർത്ത്, ഞാനിങ്ങനെ ഒലിച്ച്, ഞാനിങ്ങനെ തളർന്നു നിൽക്കുമ്പോ പുറത്തുനിന്ന് വന്ന ആൾക്കാർ വന്നിട്ട് പറയാ, നിന്റെ ഒരു ഭാഗ്യം, എന്തുപോലെ ജനങ്ങളാണ് ഈ നേരത്തൊക്കെ വന്ന് നിൽക്കുന്നത് എന്നുള്ളത്. 4:55 എന്റെ മറുപടി പ്രസംഗം നടത്തുമ്പോ എനിക്ക് തോന്നുന്നു ഒരു പര്യടന സ്ഥലത്ത് മറുപടി പ്രസംഗം കഴിഞ്ഞ് പോരുമ്പോ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വടകരയിലെ മുറിയിൽ വന്ന് കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോവാ.
ഉറങ്ങിപ്പോകുമ്പോഴത്തേക്കും 7 മണിയാകുമ്പോഴത്തേക്ക് അടുത്ത ബെല്ല് വരും. അല്ല, എന്താ വരാത്തത്, അവിടെ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ബെല്ല് വരും. അപ്പൊ അവര് രാവിലെ മുതൽ കൃത്യമായിട്ട് കാത്തു നിൽക്കുക. പിന്നെ ഞാൻ ആലോചിച്ചിട്ട് എന്നോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, നിനക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഓർത്തെടുക്കാൻ കഴിയുമെങ്കിൽ വടകരയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, ആ ജനങ്ങളുടെ സ്നേഹത്തെ സംബന്ധിച്ച്, രാവിനെ പകലാക്കിയവരെ സംബന്ധിച്ച്, ചോരനീരാക്കി അധ്വാനിച്ചവരെ സംബന്ധിച്ച്, വ്യാജ പ്രചരണങ്ങളെ ചുരുട്ടിക്കെട്ടി കടലിലെറിഞ്ഞവരെ സംബന്ധിച്ച്, നാടിന്റെ ജനാധിപത്യ ബോധത്തിനൊപ്പം നടന്നവരെ സംബന്ധിച്ച്, മുഴുവൻ വിഭാഗീയ അജണ്ടകളെയും പരാജയപ്പെടുത്തി മതേതര മൂല്യങ്ങളിൽ അടിയുറച്ചവരെ സംബന്ധിച്ച് ഒരു പുസ്തകം എഴുതാൻ നോക്കണം എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നോട് പറഞ്ഞു വെക്കുകയുണ്ടായി. അവിടെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെയാ ഇത്രയും നമ്മൾ തളർന്നു പോകുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് കാലം മുന്നോട്ട് പോയത് എന്നുള്ളത്. ആ മുന്നോട്ട് പോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ജനതയുടെ സ്നേഹം തന്നെയാണ്. ആ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് ഞാൻ പറയുന്നു, എന്നെ കൊണ്ടാവും വിധം ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യും. എന്നെ കൊണ്ടാവും വിധം വടകരയുടെ തീരദേശത്തെ സാധാരണക്കാരൻ, വടകരയുടെ മലയോര മേഖലയിലെ കർഷകൻ, വടകരയുടെ മറ്റു പ്രദേശങ്ങളിലെ വ്യാപാരിയും കൂലിപ്പണിക്കാരനും ഡ്രൈവർമാരും കച്ചവടക്കാരും കൃഷിക്കാരനും കൃഷിപ്പണിക്കാരനും ആരാണെങ്കിലും അവർക്കെല്ലാവർക്കും വേണ്ടി വടകര എന്ന മണ്ണിനെ അധ്വാനത്തിന്റെ ശീലങ്ങളിലൂടെ വഴിപിടിച്ച് നടത്തി കുടുംബത്തെയും നാടിന്റെയും വളർച്ചയിൽ ചോരയുടെ മണമുള്ള അധ്വാനം കൊണ്ട് നാടിനു വേണ്ടി പണിതീർത്ത ഓരോ വികസന കാര്യങ്ങളിലും തന്റെ കയ്യൊപ്പ് ചാർത്തിയ സാധാരണക്കാരനായ പ്രവാസിയുടെയും ശബ്ദമായി ഇന്ത്യൻ പാർലമെന്റിന്റെ പുറത്തും പ്രവർത്തിക്കാനുള്ള ഊർജവും ഉത്തരവാദിത്വവുമാണ് നിങ്ങൾ ഇവിടുന്ന് നൽകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. വിമാന നിരക്കിനെ സംബന്ധിച്ചും കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ എനിക്കും നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം, അത് പറഞ്ഞ ആദ്യത്തെയാളും ഞാനല്ല, അത് പറയുന്ന അവസാനത്തെയാളും ഞാനല്ല. നമ്മുടെ ജനപ്രതിനിധികൾ നിരന്തരം ആ അവകാശങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നവരാണ്. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരാണ്, ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നവരാണ്. ഞാനും ഒരു തവണ അവതരിപ്പിച്ചത് കൊണ്ട് എന്റെ ഉത്തരവാദിത്തം തീർന്നു എന്ന് ഞാനും വിചാരിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് സാധ്യമായ എല്ലാ രീതികളിലും, എല്ലാ വേദികളിലും, എല്ലാ അവസരങ്ങളിലും ഈ കൊള്ളക്കെതിരെ, ഈ അനീതിക്കെതിരെ, ഈ കാട്ടുകൊള്ളക്കെതിരെ ശബ്ദമുയർത്തേണ്ടടുത്ത് ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കുമെന്നുള്ള ഉറപ്പ് ഈ പ്രവാസ ലോകത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞ മറ്റു വിഷയങ്ങളിലും നിർബന്ധമായിട്ടും ഇടപെടലുകൾ ഉണ്ടാകും. ആ പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. അതിന്റെ ഡിസ്കഷൻ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിലും ഉണ്ടാകും. അതിൽ മന്ത്രിയുടെ മറുപടി ഉണ്ടാകും. അത് അവതരിപ്പിച്ച ആളെന്നുള്ള നിലക്ക് വീണ്ടും എനിക്ക് സംസാരിക്കാനുള്ള അവസരവും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ശേഷം നിങ്ങൾ ഓരോരുത്തരും തന്ന ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട്. അതെല്ലാം വെച്ച് ഇപ്പൊ പാർലമെന്റിന്റെ അംഗങ്ങളുമായി സംസാരിക്കും. അവിടുത്തെ ഒരു പൊതു സെൻസ് ഇതൊരു കൊള്ളയാണെന്ന് ഇപ്പൊ എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊരു അവസാനം വേണമെന്നുള്ളത് എല്ലാവരും തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ആ കാര്യത്തിൽ അതിനനുകൂലമായി നിലപാടെടുത്ത് പാർലമെന്റിൽ സംസാരിക്കുന്നത് കേൾക്കാനിടയായി. അപ്പോ ഒരു നേരം ഇരുട്ടി വെളുത്തത് കൊണ്ട് സാധ്യമാവുന്ന ഒരു കാര്യമല്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അതിനിറങ്ങിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിയില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് ഈ നാടിന്, ഇവിടുത്തെ പ്രവാസ ലോകത്തിന് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരു കാര്യം ഞാൻ തീർത്തു പറയാ, നമ്മൾ രാജ്യത്തും സംസ്ഥാനത്തും തിരിച്ചു വന്നിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇന്നിപ്പോ 5-ാം തീയതി പോളിംഗ് കഴിഞ്ഞു. 5-ാം തീയതി പോളിംഗ് കഴിഞ്ഞ ഹരിയാനയിലും ജമ്മു ആൻഡ് കാശ്മീരിലും രണ്ടിടത്തും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ അധികാരത്തിൽ വരുമെന്നുള്ള ഉറപ്പ് നമ്മുടെ നാടിന് ഇപ്പൊ അനുഭവപ്പെടുകയാണ്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന പാർലമെന്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് കരുത്തുള്ള പാർലമെന്റാണ്. ഞാൻ ആ പാർലമെന്റിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകൾ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടെ ഇപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ ആ പാർലമെന്റ് മുഴുവൻ ശ്രദ്ധിക്കും. അവിടെ ഇപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചാൽ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കും. അവിടെ ഇപ്പോൾ ഒരാൾ ആർജവത്തോടെ നിലപാടെടുത്താൽ അധികാരത്തിൽ ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെടുന്നവർ അവരുടെ നിയമങ്ങൾ പിൻവലിച്ചോടേണ്ടി വരും. അവർക്ക് യു ടേൺ എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പറ്റിയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് മതേതര ഇന്ത്യയുടെ കാവലാൾ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ പറ്റിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
ഞങ്ങളത് അനുഭവപ്പെടുക. അവിടെ നിന്ന് ഇപ്പൊ കയറി ചെല്ലുമ്പോൾ ഇപ്പുറത്ത് വരുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ചെറുതല്ല. നമ്മുടെ 100 ചില്ലറ ആളുകൾ, അതുപോലെ തന്നെ മുന്നണിയുടെ വിവിധ ഭാഗങ്ങളായി നിന്ന് വന്നിട്ടുള്ള ആളുകൾ, SP-യുടെ ഒക്കെ ആൾക്കാർ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നതന്നെ വേണോട്ട കാണാൻ തന്നെ ഒരു അഴക. അവരാ ചോപ്പ് തോർത്ത് തലയിലോ തോളിലോ ഒക്കെ ഇട്ടിട്ട് അഖിലേഷ് യാദവിന്റെ കൂടെ അവിടുത്തെ കോൺഗ്രസിന്റെ ആളുകളും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഒരു 10-41 ആളുകളാണ് ഒരുമിച്ച് UP-യിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് കയറി വരുന്നത്. ബംഗാളിൽ നിന്ന് വരുന്ന ആളുകൾ. അപ്പൊ ഇവിടെ മുതലാളി പഴയ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇപ്പുറത്തുള്ള ആൾക്കാരുടെ ശബ്ദമൊക്കെ ഇല്ലാതാക്കി അങ്ങ് അവിടെ ഏകപക്ഷീയമായി അവരുടെയൊക്കെ ചുരുട്ടിക്കൂട്ടി മുന്നോട്ട് പോവാന്നുള്ള ധാരണയൊന്നും ഇപ്പൊ നടക്കുന്നില്ല. ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ ആരാന്ന് ചോദിച്ചാൽ ഞങ്ങളാണെന്ന് പറയാൻ ഇപ്പുറത്തൊരു ശബ്ദമുണ്ട് എന്നുള്ളത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കരുത്ത് തന്നെയാണ്. ഒരു സംശയം നിങ്ങൾക്ക് കാര്യത്തിൽ വേണ്ട. പാർലമെന്റിൽ ഒരുപാട് ബില്ലുകൾ ഇപ്പോൾ വഖഫ് ഉൾപ്പെടെ അവസാനം വന്ന ബില്ലുകളൊക്കെ നിങ്ങൾ പരിശോധിക്കുക. അവിടെ പ്രതിപക്ഷത്തിന്റെ ഇടപെടലുകൾ കൃത്യമായിട്ടുണ്ട്. ആ പ്രതിപക്ഷത്തിന്റെ കരുത്ത് ജനാധിപത്യത്തിന് നല്ലതാണ്, ഇന്ത്യയുടെ ജനാധിപത്യ ബോധത്തിന് നല്ലതാണ്. ഇനി അടുത്തതായി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയാ. ആ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും നമ്മുടെ സഖ്യം വിജയത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. അതുകൊണ്ട് രാജ്യത്ത് നമ്മൾ തിരിച്ചുവരവിന്റെ പാതയിലാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഇടപെടലുകൾ നടത്താൻ കഴിയാവുന്ന തരത്തിൽ ജനാധിപത്യ സമൂഹം പ്രതീക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പം നിലനിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ സംസ്ഥാനത്തെ കാര്യവും ഇപ്പം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. സംസ്ഥാനത്തെ കാര്യം ഇപ്പം ഞാൻ ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങളിലേക്കൊന്നും കൂടുതലായിട്ട് കടക്കുന്നില്ല. നമ്മുടെ മണിയൂർ നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ബാബുവേട്ടൻ്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു. പിന്നെ RMP പ്രവർത്തകൻ എവിടെയാണ്, കക്കട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു. വനിതാ ലീഗിന്റെ പ്രവർത്തക കൂത്തുപറമ്പിൽ പിന്നെ മുത്താർ പീഡിയയിൽ ബോംബെറിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പാലക്കാടുള്ളപ്പോൾ ഇത്രയും ബോംബൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ കോട്ടയത്ത് നിന്ന് പിന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫോണിൽ വിളിക്കുക ഒരു ദിവസം. അപ്പോൾ ഫോണിൽ വിളിച്ചപ്പോൾ കൂടെയുള്ള ആളാ ഫോണെടുത്ത്. ഫോണിൽ വിളിച്ചപ്പോൾ പിന്നെ ഷാഫിക്ക് എവിടെ ഒന്ന് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് മുത്താരി പീഡിയയിൽ ഒരു വനിതാ ലീഗ് പ്രവർത്തകയുടെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞിട്ടുണ്ട്, അവിടെ കയറിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു മണിയൂരിൽ വേറൊരു ബ്ലോക്ക് സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞിട്ടുണ്ട്, അവിടെ. വേറൊരു ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞത്രേ RMP പ്രവർത്തകൻ്റെ വീട്ടിൽ ബോംബെറിഞ്ഞിട്ടുണ്ട്, അവിടെയാണ്. അപ്പോൾ അവൻ ഈ ഫോൺ എടുത്ത ആൾക്കാരോട് പറഞ്ഞു സാധാരണ MLA-മാരെ MP-മാരെയൊക്കെ വിളിച്ച മരണ വീട്ടിലാണ് കല്യാണ വീട്ടിലാണെന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ വടകരയുടെ MP വിളിച്ച ബോംബെറിഞ്ഞ വീട്ടിൽ പോയിട്ട് വരാനേ സമയമുള്ളൂ എന്നുള്ളതാണ്. അത്രയും ബോംബുകൾ, ഞാൻ അതിൻ്റെ തമാശയിലേക്കല്ല വരുന്നത്. നമ്മൾ അറിയപ്പെടുന്ന 3 വീടുകളിലേക്ക് ബോംബെറിഞ്ഞിട്ട് ഇതുവരെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരാൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വളരെ വളരെ മോശപ്പെട്ട ഒരു പ്രവണത. ഞാൻ വടകരയിലെ ജനങ്ങളോടുള്ള നന്ദി എനിക്ക് വാക്കിൽ പറഞ്ഞാൽ തീരില്ല എന്ന് പറയാൻ കാരണം, ഇപ്പൊ പോലീസും കോടതിയും ഒക്കെ ഇടപെട്ടിട്ട് പാറക്കലിന്റെ നേതൃത്വത്തിൽ നമ്മളൊരു നിയമ പോരാട്ടം നടത്തിയിട്ട് ഈ 1,14,506 വോട്ടിൽ ജയിച്ച ശേഷവും നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി വലിയ ഫൈറ്റ് നടത്തി പാറക്കലിനെല്ലാം നേതൃത്വത്തിൽ. പക്ഷെ ഞാൻ വടകരയിലെ ജനങ്ങളെ പറ്റി ആലോചിക്കുക. പോലീസ് പറയുന്നതിന് മുമ്പ്, കോടതി പറയുന്നതിന് മുമ്പ്, ഒരാളും ആരുടെയും ചെവിക്ക് പിടിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ റെഡ് വളണ്ടിയർ റെഡ് എൻകൗണ്ടറും അമ്പാടിമുക്ക് സഖാക്കളും മറ്റേ പോരാളി ദാവൂദോ അബ്ബാസോ ഷാജിയോ ആ വക ഏർപ്പാടുകളും ഒക്കെ ഇതിനെപ്പറ്റി പറയുന്നതിന് മുമ്പും അത് കള്ളപ്രചരണമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ ചീട്ട് കീറിക്കൊടുത്ത വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം, ആ രാഷ്ട്രീയ ബോധത്തോടെ എങ്ങനെയാ നന്ദി പറഞ്ഞാൽ തീരുക? ഇപ്പോ ഓരോന്നും തെളിവ് സഹിതം പുറത്തു വരുന്നുണ്ട്. അന്നതൊക്കെ പുറത്തു വരുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും വടകരയിലെ ജനങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞു. ആ വടകരയിലെ ജനങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞിട്ട് വോട്ട് ചെയ്തു. ഞാൻ അബുദാബി പോയപ്പോൾ പറഞ്ഞു, ഷാർജയിൽ പോയപ്പോൾ പറഞ്ഞു, ഞാനും പാറക്കലും കൂടെ വേണുവേട്ടനും കൂടെ കൂത്തുപറമ്പിൽ ഒരു ബൂത്തിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ കയറാൻ പാടില്ല എന്ന് തെട്ടൂരം. കയറിയപ്പോൾ പിന്നെ പുറത്തിറങ്ങിയ എൻ്റെ കാല് കൊത്തുമെന്ന് തെട്ടൂരം. എന്നാ പിന്നെ കൊത്തിയിട്ടേ പോണുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. അപ്പം നോക്കുമ്പോൾ പാറക്കലുമായിട്ട് യുദ്ധം. പാറക്കൽ പറഞ്ഞ അരയിൽ ബോംബുണ്ടെങ്കിൽ എറിയടാ, ഞങ്ങൾ മരിക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ജയിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മൂപ്പര് അവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട പാറക്കലെ, അത് നമുക്ക് പിന്നെ നോക്കാം, ഇപ്പം നമുക്കിത് എങ്ങനെയും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ജയിക്കണ്ട. വേണുവേട്ടനെ എങ്ങനെയോ പിടിച്ച് വണ്ടി കയറ്റിയിരുത്തി ലോക്ക് ചെയ്തു.
ഞാൻ വിചാരിച്ചു ഇവർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്നെ പിടിച്ചു മാറ്റാൻ വരുന്നു. പിന്നെ ഞാൻ ഇവരെ പിടിച്ചു മാറ്റിയിട്ട് പിന്നെ ഞാൻ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ അവിടെ 400 വോട്ട് 500 വോട്ട് അവർക്ക് ലീഡുള്ളതാണ്, അതുകൊണ്ട് അവിടെ ബഹളം വെക്കണ്ട എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. പക്ഷേ വോട്ട് എണ്ണിയപ്പോൾ ആ കാല് കൊത്തുന്ന് പറഞ്ഞവൻ വരെ നമുക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് സംശയം തോന്നിയത്. അവിടെ അവർക്ക് ലീഡില്ല, കൂത്തുപറമ്പില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ആ ജനതയുടെ രാഷ്ട്രീയ ബോധം, ജാതിയും മതവും ഒക്കെ അതിനെല്ലാം അപ്പുറത്തേക്ക്, രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് പോലും ചില ആളുകൾ നമുക്ക് വോട്ടുമായിട്ട് പിന്നെ രേഖപ്പെടുത്തി നമുക്ക് ചെയ്തിട്ട് വന്നിരിക്കുക. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും നേരിടാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, 10:48 നിങ്ങൾക്ക് നാളെ വർക്കിംഗ് ഡേ ആണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ കടക്കുന്നില്ല. നമ്മൾ അന്ന് തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അത്തരം പ്രവർത്തികൾ ചെയ്യില്ല. ആ ചെറുപ്പക്കാരൻ ഉൾപ്പെടെ പറഞ്ഞു ഞങ്ങളത് ചെയ്തിട്ടില്ല. അയാൾ ഫോണും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തു. അയാൾ SP ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഫോൺ ഇതാ, ഞാൻ ഇവിടെ സറണ്ടർ ചെയ്യാം. എൻ്റെ ഫോണിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചാറ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരെണ്ണം ഞാൻ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവിടെ ചെന്നിട്ട് പറയാ. അവിടെ ചെന്ന് പറഞ്ഞിട്ട് പോലീസ് അനങ്ങുന്നില്ല. ഇപ്പൊ നിങ്ങൾക്കറിയോ, പാറക്കൽ അതിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. കോടതി പോലീസിന്റെ ചെവിക്ക് പിടിച്ച ശേഷം ഈ പറയുന്ന ആളുകൾ ഓരോരുത്തരായി അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പും സോഴ്സും ഒക്കെ പുറത്തു വന്ന ശേഷം ഇപ്പോഴും ഞാനും നിങ്ങളും പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴും കാഫിർ വിഷയത്തിൽ കേരളത്തിൽ ഒരാൾ പോലും അറസ്റ്റിലല്ല. കേരളത്തിന്റെ ക്രമസമാധാനത്തെ, ഐക്യത്തെ, വടകരയുടെ സ്നേഹത്തെ, സൗഹാർദ്ദത്തെ തകർക്കാൻ ശ്രമിച്ച കേസിൽ ആ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും അതുണ്ടാക്കിയവരും പ്രചരിപ്പിച്ചവരുമായിട്ടുള്ള ഒരാളും ഇതുവരെ അറസ്റ്റിലായിട്ടില്ല. എന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? കേരളത്തിലെ പോലീസിന് നിയമപരിപാലനത്തിലല്ല, RSS നേതാക്കന്മാരുമായി ചർച്ച നടത്താൻ മാത്രമേ സമയമുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. ബോംബെറിഞ്ഞ ഒരാളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ കാഫിർ പോലെ കള്ളക്കേസ് ഉണ്ടാക്കിയ, വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ഒരാളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGP കൃത്യമായി RSS നേതാക്കന്മാരെ കൃത്യമായ ഇടവേളകളിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു. തൃശൂർ പൂരം പോലെ വിശ്വാസികൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന, ഒരു നാട് മുഴുവൻ തങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന ഒരു മഹാസംഗമത്തെ കലക്കാൻ BJPയും CPM ഒരുമിച്ച് ചേർന്ന് നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പത്രക്കാർ പ്രതികരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നാ ADGP മേലത്തെ കാക്കി അഴിച്ചു വെച്ചിട്ട് മേലെ ഒരു വെള്ളക്കുപ്പായം കൂടി ഇട്ടാൽ മതി, താഴെ കറക്റ്റാ, മേലെ ഒരു വെള്ളക്കുപ്പായം കൂടി ഇട്ടാൽ മതി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മുന്നോട്ട് പോയാൽ മതിയല്ലോ. എന്നിട്ടും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. അയാൾ ADGP ക്രമസമാധാന ചുമതലത്തിൻ്റെ അല്ലേ, ADGP ആയിട്ട് അയാൾ തുടരുക. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? കേരളത്തിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് പറഞ്ഞു, PR ഏജൻസിയെ കൊടുത്ത വരികളാണെന്ന് പറഞ്ഞു. PR ഏജൻസി കൊടുത്ത വരിയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പത്രം അച്ചടിച്ച് വന്നപ്പോൾ അത് തിരുത്തണ്ടേ? അപ്പൊ പറയണ്ടേ അതിൽ മാറ്റം വരുത്തണമെന്ന്? അപ്പൊ പറയണ്ടേ അത് പിൻവലിക്കണമെന്ന്? അപ്പൊ പറയണ്ടേ അത് തിരുത്തു കൊടുക്കണമെന്ന്? അപ്പോഴൊന്നും അവർക്ക് അതിന് സമയവും കാലവും ഇല്ല. പിന്നെ അത് വിവാദമായപ്പോൾ അതിനെപ്പറ്റി വരുന്നു. എന്ന് വെച്ചാൽ കേരളത്തിൽ ടെക്നിക്കലി CPMന്റെ ഭരണമാണെങ്കിലും ഭരണം നയിക്കുന്നത് BJPയും RSSുമാണ്. പോലീസ് പരിപൂർണമായി അവരുടെ പിടിയിലാണ് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ ജനത നടത്തുന്ന പോരാട്ടത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിൽ UDFന്റെ MLAമാരുടെ എണ്ണം അത് വർദ്ധിപ്പിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഈ പ്രവാസ ലോകത്തിന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2026 ഇതേ ഒരു സ്റ്റേഡിയത്തിൽ സ്വീകരണം നടത്തുമ്പോ ഈ വേദിയിൽ UDFന്റെ MLAമാരുണ്ടായിരിക്കുമെന്നുള്ളത്
നിങ്ങളോട് ഉറപ്പിച്ച് പറയല് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട. എനിക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്, ചെറുതല്ല, എനിക്ക് വലിയൊരു പണിയും കൂടി ഉണ്ട്. അത് അടുത്ത ആഴ്ച തുടങ്ങും. പാലക്കാട് മണ്ഡലം 5 അക്ക ഭൂരിപക്ഷത്തിൽ നമ്മൾ നിലനിർത്തിയിരിക്കുമെന്നുള്ളതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ തിരിച്ചു വരണമെന്ന് ജനത ആഗ്രഹിക്കുകയാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ ഭരണകൂടങ്ങൾ ജനവിരുദ്ധരായി മാറിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നൽകുന്ന സ്നേഹം അത് പറഞ്ഞാലും തീരാത്ത ഒന്നാണ്. ഞാൻ റഹീം ഖാനോട് പരിപാടി അന്ന് ആദ്യം പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇപ്പുറത്തെ സ്ഥലത്തേക്കാവുമ്പോൾ ഞാൻ റഹീം ഖാനോട് പറഞ്ഞു, ഇലക്ഷനൊക്കെ കഴിഞ്ഞതല്ലേ, അന്നത്തെ പോലെയൊന്നും ആളുകൾ ഉണ്ടാവില്ല, അന്നത്തെ പോലത്തെ തിക്കും തിരക്കൊന്നും ഇതുപോലെ ആളുകളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞ് ഖത്തറാണ്, ബാക്കി ഞാനിപ്പോൾ പറയുന്നില്ല, ആ സ്റ്റേഡിയത്തിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അതെന്താണെന്ന് ഇപ്പം എനിക്ക് ബോധ്യപ്പെടുക. ഇവരെല്ലാവരും നൽകിയ പിന്തുണ, ഈ വേദിയിലുള്ള നേതാക്കന്മാർ ഓരോരുത്തരും നൽകിയ പിന്തുണ, KMCC എന്ന പ്രസ്ഥാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സ്നേഹത്തിൻ്റെതായ പാത അത് വെട്ടിത്തെളിച്ച്, ഞാൻ പറയുന്നു, ലോകത്ത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇതുപോലെ സേവന മാതൃകയിൽ നിരന്തരം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കാൻ കഴിയാത്ത അത്രയും ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വയനാടിന് വേണ്ടി 36 കോടി രൂപയുടെ ഫണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കണ്ടെത്തി കൊടുക്കുക എന്ന് പറഞ്ഞ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമാണ് അതിൻ്റെ മൂലധനം. അതാണ് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം, കരുത്തെന്ന് പറയുന്നത്. ഇൻഗാസിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അവിടെ നാട്ടിലെ ആവശ്യങ്ങൾ പറയുമ്പോൾ വിളിച്ചാൽ കഴിയാവുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കാൻ ഇൻഗാസിൻ്റെ ഊർജ്ജസ്വലരായ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ വെലങ്ങാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോഴൊക്കെ അവർ നൽകിക്കൊണ്ടിരിക്കുന്ന കരുത്തും സ്നേഹവും എന്ന് വെച്ചാൽ എല്ലാവരും വലിയ കോടീശ്വരന്മാരും വലിയ മില്യണേഴ്സ് ആയിട്ടൊന്നുമല്ല. പക്ഷെ എത്ര കഷ്ടപ്പാടിൻ്റെ ഇടയിലും നാട്ടിലൊരു കാര്യം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിന് നീക്കി വെക്കാനുള്ള നിങ്ങളുടെ മനസ്സിൻ്റെയാണ് ആ കാര്യമെന്ന് തിരിച്ചറിയുന്നുണ്ട്. അപ്പം ആ മനസ്സുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങളെ കൊണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ടയിൽ മാത്രം പ്രവർത്തിക്കേണ്ടവരല്ല ജനപ്രതിനിധികളെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ മനസ്സുള്ളവർക്ക് വേണ്ടി നിലപാടെടുക്കുകയും അവർക്ക് വേണ്ടി പൊരുതുകയും ചെയ്യുക എന്നുള്ളത് കൂടെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയാം. ഞാൻ ജനിച്ച ശേഷം ഞാൻ ആദ്യമായി വിദേശത്തൊരു രാജ്യത്ത് കാലുകുത്തുന്നത് ഈ ഖത്തറിൻ്റെ മണ്ണിലാണ് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഇപ്പോഴും ഖത്തറിൻ്റെ സ്നേഹം അതിങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത്, തരുന്നത്, അത് വല്ലാത്ത ഹൃദ്യമായൊരു അനുഭവമാണ്. എനിക്ക് വാക്കിൽ പറയാൻ കഴിയാത്ത അത്ര ഹൃദ്യമായൊരു അനുഭവമാണ്. ഇപ്പോൾ നാളെ വർക്കിംഗ് ഡേ ആണ് എന്നുള്ളത് എത്രയോ പേരെന്നോട് പറഞ്ഞു. എന്നിട്ട് ഈ സമയത്ത് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുക, എത്രയോ കുട്ടികൾ, എത്രയോ സ്ത്രീകൾ, അമ്മമാർ, പെങ്ങന്മാർ, ഉമ്മമാർ, സഹോദരിമാർ, അവരെല്ലാവരും ഇങ്ങനെ വന്നിരിക്കുക. അതൊക്കെ ഞാൻ പറയുന്നു, എനിക്ക് നിങ്ങൾ അന്ന് തന്നത് ആത്മവിശ്വാസമാണെങ്കിൽ ഇപ്പം നിങ്ങൾ എൻ്റെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുകയാണ്. ഈ സ്നേഹത്തിന് വാക്കുകൊണ്ട് നന്ദി പറയുന്നില്ല, മറുപടി പറയുന്നില്ല. വേദിയിലുള്ള പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ നാച്ചിക്ക, ഈ സംഘാടകൻ എന്നുള്ള നിലക്ക് അന്നും ഇന്നും സജീവമായി, ഇന്നിപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ച സമയത്തില്ല, ഞങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞ് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നു. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, ഇതിൻ്റെ കൺവീനർ കൂടി അവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട വിപിൻ്റെ ജുബയും ലുക്കൊക്കെ കണ്ടിട്ട് ഞാൻ പറയുന്ന അടുത്ത നമുക്ക് വടകരയിൽ മത്സരിപ്പിക്കാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് വിപിൻ ഈ ജുബയൊക്കെ ഇട്ട് നിൽക്കുന്നത്. സജീവമായി വിപിൻ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വേദിയിലുള്ള പ്രിയങ്കരനായ ശ്രീ പാറക്കൽ അബ്ദുള്ള സാഹിബ്, ഞാൻ ഇനി പറയുന്നില്ല, മൂപ്പരെ പറ്റി ഞാൻ പറച്ചിലൊന്ന് കുറച്ചാലോ എന്ന് ആലോചിക്കുക. ഇപ്പോൾ എവിടെ ചെന്നാലും മൂപ്പര് ഇന്ന് ഉച്ചയ്ക്ക് ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്ന്. പിന്നെ ഞാൻ ചീത്ത പറഞ്ഞത്, അതൊന്നിട്ട് ഇവിടെ വരാൻ പറ്റില്ല, ഞാനാണ് നിങ്ങളെക്കാളും ചെറുത്, ഒരു ഷർട്ടെങ്കിലും ഇട്ടിട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായിട്ട് അദ്ദേഹം നിൽക്കുക. എനിക്ക് ഒരാളുടെ പേര് ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല. അത് പ്രിയങ്കരനായ നമ്മുടെ DCCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിൻ്റെതാണ്. പ്രിയപ്പെട്ട പ്രവീൺ നേരത്തെ പാറക്കലിനോടും പ്രിയപ്പെട്ട വേണോട്ടിനോടും ഒപ്പം ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം ഉണ്ടാവേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ആകസ്മിക വേർപാടിൻ്റെ ശ്രാദ്ധവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ ആയിട്ട് ഒരു അമ്പലത്തിൽ പോകേണ്ട ഒരു ദിവസം ഇന്നത്തേക്ക് വളരെ മുൻകൂട്ടി തീരുമാനിച്ച് അവരുടെ കുടുംബം മുഴുവൻ 42 പേർ കാശിയിലേക്ക് പോകുന്ന ഒരു ദിവസമായി പോയി. നമ്മൾ ആദ്യം പരിപാടി കഴിഞ്ഞ ആഴ്ച നടത്തണമെന്നാണല്ലോ തീരുമാനിച്ചിരുന്നത്.
അതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാതെ പോയത്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരു തലവേദനയും എനിക്ക് തരാതെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ നേതാക്കന്മാർ നയിച്ചത്. ഞാൻ പറഞ്ഞ എനിക്ക് കേരളത്തിലെ 20 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത സ്ഥാനാർത്ഥി ഞാനാണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെയാണ് ഈ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. അതിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പ്രിയപ്പെട്ട പ്രവീൺ എടുത്തിട്ടുള്ള എഫേർട്ട്, വാറക്കലിൻ്റെ കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു. ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഇലക്ഷനും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല. നിയമ പോരാട്ടങ്ങളുടെ അടുത്ത ഘട്ടത്തെ പറ്റിയാണ് അദ്ദേഹം ഷാനുക്ക ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നോട്. അപ്പം ഇവിടെ പ്രവീണും ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനെയും ചേർത്ത് പിടിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് നിന്ന് മുന്നോട്ട് പോരുന്നു പ്രവീണിനെ ഞാൻ ഈ വേദിയിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അഭിവാദ്യം ചെയ്യുന്നു. പ്രിയപ്പെട്ട എൻ വേണു, ഞാൻ പറഞ്ഞു വളരെ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും. ചിലപ്പോഴൊക്കെ ആത്മവിശ്വാസക്കുറവ് ബാധിക്കുമ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട, ജനങ്ങളുടെ പ്രതികരണം നിങ്ങൾ കാണുന്നില്ലേ, അതിനേക്കാൾ വലുതാണോ ഇവരുടെ കള്ളപ്രചരണം എന്ന് ചോദിച്ച് കൂടെ നിന്ന ജനറൽ കൺവീനറാണ് പ്രിയങ്കരനായ വേണുവേട്ടൻ. അദ്ദേഹത്തിന് RMP സഹപ്രവർത്തകർക്കും എൻ്റെ ഒരു ലാൽ സലാം ഞാൻ ഈ വേദിയിൽ നേരാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ ലാൽ സലാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, CPM-കാർ പറഞ്ഞാൽ, CPM-കാർ പരസ്പരം സഖാവ് എന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം ആളുകൾക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം അവർ ഇടതുപക്ഷത്ത് നിന്ന് തീവ്ര വലതുപക്ഷത്തേക്ക് മാറിയിരിക്കുന്നു. ഇടതുപക്ഷം ഇപ്പൊ നമ്മുടെ കൂടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് പ്രത്യേക അഭിവാദ്യങ്ങൾ. ഈ വേദിയിൽ ഇല്ലെങ്കിലും ഒരാളുടെ പേരും കൂടെ എനിക്ക് പറയേണ്ടതുണ്ട്. അത് മറ്റാരുമല്ല, പ്രിയങ്കരിയായ ധീരയായ നമ്മുടെ നേതാവ്, വടകരയിലേക്ക് ധൈര്യമായി കയറി വരാൻ എന്നോട് പറഞ്ഞ പ്രിയപ്പെട്ട KK രമ MLA അവരും ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും അഭിവാദ്യം ചെയ്യുന്നു. വേദിയിൽ നമ്മളോടൊപ്പമുള്ള പ്രിയങ്കരനായ സുബൈർ, ശ്രീ CK സുബൈർ തെരഞ്ഞെടുപ്പിൽ 2 കാര്യങ്ങളിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നോട് കലാശക്കൊട്ട് കൊയിലാണ്ടി വേണ്ട, തലശ്ശേരി മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു തർക്കമൊക്കെ നടന്നു. എൻ്റെ അഭിപ്രായത്തിൽ കലാശക്കൊട്ട് നമ്മുടെ ഏതെങ്കിലും കേന്ദ്രത്തിനടുത്ത്, പക്ഷേ തലശ്ശേരിയിലെ കലാശക്കൊട്ട് കണ്ട് അവർ മാത്രമല്ല ഞാനും ഞെട്ടിപ്പോയി അവിടുത്തെ ജനങ്ങളെ കണ്ടിട്ട്. അതുപോലെയായിരുന്നു അവരന്ന് ഒഴുകി വന്നത്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം കൂടെ നിന്ന യുവജന സംഗമത്തിൽ ഉൾപ്പെടെ കൂടെ നിന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്രിയപ്പെട്ട ശ്രീ CK സുബൈർ അവറുകൾ, അതുപോലെ തന്നെ വേദിയിലുള്ള പ്രിയങ്കരനായ മണികണ്ഠേട്ടൻ, അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു നമ്മളൊരു തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ളത് രാഷ്ട്രീയ കേരളത്തിന്, ജനാധിപത്യ മതേതര കേരളത്തിന് കേവലം ഒരു വിജയത്തിനപ്പുറം അതിൻ്റെ പ്രാധാന്യമുണ്ടെന്ന് സൂചിപ്പിച്ച പ്രിയപ്പെട്ട ശ്രീ മണികണ്ഠൻ അവറുകൾ, അതുപോലെ തന്നെ വേദിയിലുള്ള KMCC പ്രസിഡന്റിൻ്റെ കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. KMCC പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഡോക്ടർ അബ്ദുൽ സമദ് അവറുകൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീ TT കുഞ്ഞാമദ് അവറുകൾ, വേദിയിലുള്ള എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് പ്രിയപ്പെട്ട ഷമീർ ഏറാമല നമ്മളോടൊപ്പമുണ്ട്, പ്രിയപ്പെട്ട സിദ്ദീഖ് പുറായൽ നമ്മളോടൊപ്പമുണ്ട്, പ്രിയപ്പെട്ട ഹൈദർ ചുങ്കത്തറ നമ്മളോടൊപ്പമുണ്ട്. ഈസക്ക പിന്നെ 2-3 ദിവസം മുമ്പ് യാത്രയൊക്കെ മാറ്റിമറിക്കേണ്ടത് പറഞ്ഞ നിറഞ്ഞ ചിരിയോടെ എപ്പോഴും പോസിറ്റീവായിട്ട് പിന്നെ ഈസക്ക നമ്മളോടൊപ്പമുണ്ട്, പ്രിയപ്പെട്ട അൻവർക്ക് നമ്മളോടൊപ്പമുണ്ട്. വേദിയിൽ ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് ഇപ്പം പറയുന്നില്ല. എല്ലാവർക്കും ഞാൻ സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു. ഇൻഗാസിൻ്റെയും KMCC-യുടെയും ഊർജ്ജസ്വലരായ സഹപ്രവർത്തകർ ഇന്ന് കാലത്ത് മുതൽ പിന്നെ ഷാനുക്കയൊക്കെ അവിടെ രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ അവിടെ വന്നതാണ്. അവരോടൊക്കെ ഞാൻ പ്രത്യേകം ഇവിടെ ഇതിൻ്റെ സംഘാടകരും വളണ്ടിയർമാരുമായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട വെള്ളയും വെള്ളിയിട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും, അല്ലാത്ത ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ബാഡ്ജിട്ടവർക്കൊക്കെ ഞാൻ അഭിവാദ്യങ്ങൾ നേരുന്നു. ഈ സദസ്സിൽ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ഞാൻ പറയുന്നു, വടകരയിൽ ജയിച്ചതിന് ആദ്യം നന്ദി പറയേണ്ടത് കുട്ടികളോടാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അവരാണ് തെരഞ്ഞെടുപ്പ് ജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധൈര്യമായിട്ട്, ഒരു സ്നേഹമായിട്ട് വർത്തിച്ചത്. അവരുടെ സ്നേഹം, അവർ ആ സ്നേഹം വീഡിയോയിലൂടെ പറയുന്നത്, അവരാ സ്നേഹം പിന്നെ നമ്മളോട് പ്രകടിപ്പിക്കുന്നത് വാട്സപ്പിലും. ഇന്നിപ്പോൾ എന്നെ ഒരു വീഡിയോ പിന്നെ ഷമീർ കാണിച്ചു തരുമായിരുന്നു. നമ്മുടെ അവിടെ ഒരു ഫോട്ടോ വീണ് പോയപ്പോൾ ഒരു ചെറിയ കുട്ടി പിന്നെ അതെടുത്ത് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയപ്പോൾ നോക്കുമ്പോൾ പുള്ളിയുടെ കുട്ടി തന്നെയാണ്. പുള്ളി ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ കാണിച്ചു തരുന്നത്. പക്ഷേ കുട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ വഹിച്ച പങ്ക്, അതുപോലെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി നിന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അമ്മമാർ, ഉമ്മമാർ, നിങ്ങളുടെ കരുത്ത്. ഞാൻ ഈ വർഗീയതയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച സമയത്തും എനിക്ക് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ആ നന്ദി അമ്മയെ പോലുള്ള ആളുകൾ നിങ്ങൾ കണ്ടതാണ്. അതുപോലെ തന്നെ ദേവു അമ്മ, ഞാൻ പേരാമ്പ്രയിൽ പര്യടനത്തിനിടയ്ക്ക് പോകുമ്പോൾ ഒരു കുഞ്ഞി കഷ്ണം കടലാസ് ഒരു കവറിലിട്ടിട്ട് എനിക്ക് തരിക. അത് നോക്കിയപ്പോൾ ഇന്ത്യയുടെ ഒരു കൊടിയാണ്, ഇന്ത്യയുടെ ഇത്ര പോകുന്ന ഒരു ചെറിയ കൊടി. എന്നിട്ട് അത് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു 100 രൂപ മടക്കി എടുത്ത് വെച്ചിരിക്കുക.
ആ അമ്മ. എന്നിട്ട് അത് എൻ്റെ കൈ തന്നിട്ട് പറയാ, തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, എന്തെങ്കിലും ഒരു ആവശ്യം വരും, ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ പ്രായമായ അമ്മ തന്ന 100 രൂപയുടെ വില എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. ഞാനത് നിധി പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ നാടിനെ കാഫിർ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിശ്വസിച്ചവർക്കുള്ള മറുപടിയാണ് 1,14,506 എന്നുള്ളത് അറിയാം. പിന്നെ ഞാൻ പറയേണ്ടത് നിങ്ങളോടാണ്. എനിക്ക് പറഞ്ഞാലും തീരില്ല. അത്രമാത്രം നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എനിക്ക് സ്നേഹം തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എനിക്ക് കരുത്ത് പകർന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ കൂടെയുണ്ട് എന്നെനിക്ക് ഓരോ ഘട്ടത്തിലും തോന്നിയിട്ടുണ്ട്. ഇനി തിരിച്ച് നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. സത്യം പറഞ്ഞ് എനിക്ക് പേടിയായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷകളും എക്സ്പെക്റ്റേഷനും ഒക്കെ എത്രത്തോളം വലുതാണ് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്ന തരത്തിൽ എനിക്കത് പേടിയാവുന്നു. അതുപോലെ സ്നേഹം നിങ്ങൾ നൽകുന്നുണ്ട്. പരമാവധി നാടിൻ്റെ കൂടെ ഉണ്ടാകും, ജനതയുടെ കൂടെ ഉണ്ടാകും. നമ്മൾ വടകരയുടെ MP ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇനി തലശ്ശേരിയിലും ഒരു MP ഓഫീസിൻ്റെ പ്രവർത്തനം നമ്മൾ ആരംഭിക്കും. 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മൊബൈൽ ഫോണിൽ MP ഓഫീസിൻ്റെ പ്രവർത്തനം ഒരു ആപ്പിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് വരും. പ്രവാസിക്ക് ഒരു അപേക്ഷ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നാട്ടിലെ വീട്ടിലുള്ള ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ട് MP ഒന്ന് പോയി കാണാൻ പറയേണ്ടി വരില്ല. നിങ്ങൾക്കൊരു അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ, MP ഓഫീസിൻ്റെ സേവനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അതിന് നിങ്ങൾക്ക് കഴിയാവുന്ന തരത്തിലാണ് ആപ്പ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങളുടെ മൊബൈലിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ സേവനങ്ങളും ലഭ്യമാക്കുന്ന തരത്തിൽ അതിൽ ഇടപെടലുകൾ ഉണ്ടാകും. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളിലും MP ഓഫീസ് ഇടപെടണമെങ്കിൽ അവർ ഓഫീസ് തിരഞ്ഞ് വരേണ്ടി വരില്ല. അല്ലാത്ത തരത്തിൽ തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കണ്ടെത്തി ചെയ്യാൻ കഴിയാവുന്ന തരത്തിൽ അതിൻ്റെ സംവിധാനം നമ്മൾ ഉണ്ടാക്കും. ആ മൊബൈൽ ആപ്പിൽ ചെറുപ്പക്കാരനായിട്ടുള്ള ഉസ്മാൻ ഖാനോടും പറയുന്നു, ആ മൊബൈൽ ആപ്പിൽ ആഷിക അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രവാസികൾക്ക് അഷഫ്ക പ്രവാസികളുടെ വിഷയങ്ങൾ നേരിട്ട് അപ്ലോഡ് ചെയ്യാനും അതിന് റിപ്ലൈ കിട്ടാനും അത് രജിസ്റ്റേർഡ് കംപ്ലൈൻ്റ് ആയി മാറാനും അതിന് ട്രാക്ക് ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനും കഴിയാവുന്ന തരത്തിൽ തീർച്ചയായിട്ടും ആ ആപ്പിനെ നമ്മൾ ഡിസൈൻ ചെയ്യും എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റനേകം പ്രവർത്തനങ്ങൾ നമ്മുടെ കുട്ടികളിൽ കഴിവുള്ള നല്ല സ്കില്ലുള്ള നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം നമ്മൾ വടകരയിൽ പുതുതായി ആരംഭിക്കാൻ പോവുകയാണ്. അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിനും അതിനുള്ള ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ജോബ് ഹോൾഡേഴ്സുമായിട്ട് അവരെ കണക്ട് ചെയ്യുന്നതിനും അവരുടെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനും കലാപരമായും കായിക മേഖലയിലും കഴിവുള്ള ആളുകളെ ഞാൻ പ്രവാസികളോട് ഒരു കാര്യം കൂടെ പറയുന്നു. അടുത്ത 5 വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സ്പോർട്സ് ഒരു പ്രധാനപ്പെട്ട പ്രയോറിറ്റിയായി വടകരയിൽ നമ്മൾ മാറ്റും. മയക്കുമരുന്നും വർഗീയതയും തമ്മിൽ തല്ലുമല്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റും സ്നേഹവും ആരോഗ്യപരമായി മുന്നോട്ട് പോകുന്ന ഒരു യുവതയെ നമ്മൾ വാർത്തെടുക്കാൻ ശ്രമിക്കും. അതിനുവേണ്ടിയും പരമാവധി ഇടപെടലുകൾ ഉണ്ടാകും. വടകരയിൽ അടുത്ത വർഷം മുതൽ ഒരു സ്പോർട്സ് ലീഗ് MP ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ എല്ലാ വർഷവും ഒരു പ്രൊഫഷണൽ സ്പോർട്സ് ലീഗ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതുൾപ്പെടെ കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ട്. ഞാൻ പാലക്കാട് തിരഞ്ഞെടുപ്പും കൂടെ കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. പാർലമെൻറ്റ് സെഷനുകളിൽ വടകരയുടെ മറ്റു കാര്യങ്ങളും ടൂറിസം സാധ്യതകൾ ഉൾപ്പെടെ പരമാവധി വിനിയോഗിക്കാൻ ശ്രമിക്കും. ഇതിൻ്റെ ഇടയിൽ കേരളത്തിലൊരു ഭരണമാറ്റം കൂടി ഉണ്ടാകും. അതും കൂടെ വരുന്നതോടുകൂടി ജനങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ കഴിയാവുന്ന ഒരു ഭരണ സംവിധാനത്തെ വടകരയുടെ നല്ല നാളേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ, സ്നേഹാശംസകൾ നേരുന്നു. എൻ്റെ പെങ്ങളും അളിയനും കുട്ടിയും ഒക്കെ അവരൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. അവർക്ക് പ്രത്യേകം സ്നേഹം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇന്ന് തന്നെ പോവാണ്. നാളെ ഡൽഹിയിൽ നാളെയും മറ്റന്നാളും 2 മീറ്റിംഗ് ഉണ്ട്. അത് കാരണം ഇന്ന് രാവിലെ വന്ന് ഇന്ന് തന്നെ പോന്നു. അടുത്ത തവണ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ കാണാനും കൂടുതൽ വിഷയങ്ങളിൽ ഇടപെടാനും കൂടെ ശ്രമിക്കും. എല്ലാവർക്കും ഈ സായാഹ്നത്തെ, ഈ രാത്രിയെ ഇതുപോലെ സ്നേഹം തിങ്ങി നിറഞ്ഞ ഒന്നാക്കി മാറ്റിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും UDFൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഒരു എളിയ ജനപ്രതിനിധി എന്നുള്ള നിലക്ക്, ഒരു എളിയ UDF പ്രവർത്തനം എന്നുള്ള നിലക്ക് ഞാൻ എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എല്ലാ അഹങ്കാരികളെയും ധിക്കാരികളെയും ഭരണത്തിൽ നിന്ന് നമ്മൾ മാറ്റും. ജനങ്ങളുടെ ഭരണകൂടം നിലവിൽ വരും. അതിനുള്ള പോരാട്ടത്തിന് നിങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. താങ്ക് യു. നന്ദി. പ്രഭാഷണം TT കുഞ്ഞമ്പാൽ. വടകരയിൽ